ഓം ശ്രീ ഗണേശാ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴനാരായണ്യം. ദശകം 80. സ്യമന്തകം. സൂര്യഭഗവാനിൽ നിന്നും സത്രാജിത്തിനു ലഭിച്ച സമന്തകം ലഭിക്കുവാൻ കണ്ണൻ യാചിച്ചു. സത്രാജിത്തിന്റെ പുത്രിയം സുന്ദരി സത്യഭാമയെ സൂത്രത്തിൽ ആകാമെന്നു തോന്നുന്നു. സത്രാജിത്തിൻ സോദരനം പ്രസേനനോ സ്യമന്തകം കഴുത്തിലണിഞ്ഞു പിന്നെ വേട്ടയ്ക്കു പോയി. പ്രസേനനെ കൊന്ന സിംഹരാജനെ ജാമ്പവാൻ കൊന്നു. രത്നം കളിപ്പാട്ടമായി പുത്രനു നൽകി. കൃഷ്ണൻ രത്നം കട്ടുവെന്നു കഥ നാട്ടിൽ പാട്ടായല്ലോ. സർവസ്വവും അറിയുന്ന ഭഗവാൻ കൃഷ്ണൻ സത്യം ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കാനായി കാട്ടിലെത്തി ജാമ്പവാന്റെ ഗുഹയിലേറി. ഭക്തനും വൃദ്ധനുമായ ബലശാലി ജാമ്പവാനോ ഭഗവാനാരെന്ന കാര്യം അറിഞ്ഞതില്ല. ശ്രീരാമന്റെ നാമങ്ങളെ ഉച്ചൈസ്തരം സ്തുതി ചെയ്തു. ശ്രീകൃഷ്ണനു മുഷ്ടി കൊണ്ടു അർച്ചന ചെയ്തു. അനന്തരം ഭഗവാനെ തിരിച്ചറിഞ്ഞല്ലോ കപി. അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിച്ചു. പുത്രി ജാമ്പവതിയെയും രത്നത്തെയും കാഴ്ചവെച്ചു. സത്രാജിത്തിനു രത്നത്തെ തിരിച്ചു നൽകി. ലജ്ജിതനം രാജാവൂതൻ പുത്രി സത്യഭാമയെയും രത്നത്തെയും ഭഗവാനു സമർപ്പിച്ചല്ലോ. പെൺമണിയെ സ്വീകരിച്ചു, പൊന്മണിയെ തിരിച്ചേകി. പീതാംബരധാരി കൃഷ്ണൻ മാതൃകയായി. സത്യഭാമയൊരുമിച്ചു പലവിധ ക്രീഡ ചെയ്തു. സന്തുഷ്ടനായി ദ്വാരകയിൽ വാണിടും കാലം. അരക്കില്ലത്തിൽ പാണ്ഡവർ വെന്തുപോയ വാർത്ത കേട്ടു. ഹസ്തിനപുരത്തിലെത്തി സാക്ഷാൽ ശ്രീഹരി. സത്രാജിത്തിനെ വാധിച്ചു രത്നം തട്ടിയെടുത്തോരാ ശതധന്വാവിനെ കൃഷ്ണൻ വധിച്ചുവല്ലോ. രത്നക്കഥയിലാകവേ സംഗീതനായ ബലരാമൻ ഗദായുദ്ധം പഠിപ്പിച്ചു ദുര്യോധനനെ. ശതധന്വാവേൽപ്പിച്ചോരാ സമന്തകമണി രത്നം അക്രൂരന്റെ കയ്യിലാണെന്നറിഞ്ഞ കൃഷ്ണൻ. അക്രൂരന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ സമന്തകം, ഐശ്വര്യം വർദ്ധിച്ചിടട്ടെ കരുതി കൃഷ്ണൻ. അക്രൂരന്റെ മനതാരിൽ നിറഞ്ഞൊരു അഹങ്കാരം ക്രൂരമാക്കി അവനുടെ കർമ്മങ്ങളെയും. ഹൃദയത്തിൽ ശുദ്ധഭക്തി നിറഞ്ഞൊഴുകിടാനായി ഹൃദയൈക ചോരനാടും ലീലതാനീതും. സേമന്തകരത്നവുമായി ദ്വാരകയിലെത്തിച്ചേർന്ന അക്രൂരനു തന്നെ രത്നം തിരിച്ചേകി നീ. സത്യഭാമ തന്റെ മാറിൽ വിശ്രമിക്കും സത്യമൂർത്തി. ഗുരുവായൂരപ്പ എന്നെ കാത്തരുളേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.